ഈ സെക്സ് വർക്കിലേക്ക് ഇറക്കുന്നത് ഇതൊക്കെയാണല്ലേ? നല്ല ക്യാഷ് ഉണ്ടാക്കുന്ന, അത് മണിക്കൂർ വെച്ചിട്ട് എത്ര ലക്ഷങ്ങൾ വാങ്ങുന്ന എല്ലാം ഒരു മൈൻഡിലൂടെ കാണുന്ന ഒറ്റ മൈൻഡ്. നമ്മൾ ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കില്ല. ഞാൻ വിവാഹം കഴിച്ചതാണ്. എന്റെ വിവാഹം ഫ്ലോപ്പ് ആയിരുന്നു. ചുമ്മാ എവിടെയെങ്കിലും പോകാൻ രാത്രി എവിടെയെങ്കിലും പോയി വരികയാണെങ്കിൽ സെക്സ് വർക്ക് ചെയ്തിട്ട് വരികയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ഒരു സന്ദർഭം ഏതായിരിക്കും? നീ പേടിയായിരുന്നു പറയാൻ. അനുഭവം നല്ലൊരു ഗുരു എന്ന് പറയും, അതേപോലെ എന്റെ ലൈഫിൽ അത് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന എന്റെ ലൈഫ് അങ്ങ് ട്വിസ്റ്റ് ചെയ്തിട്ട്. കമന്റുകൾ വായിക്കാറുണ്ട്. ഒരുപാട് വൃത്തിയുടെ കമന്റ് ഒക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ, അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചൂടെ. എനിക്ക് മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിച്ച് നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ കണ്ടു. എങ്ങനെയാണ് ആ സമയം? ഒന്നും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ് എന്നിവയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആണ് വേണ്ടത്. എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി. മൈജി ഫ്യൂച്ചർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. നീതൂസ് അക്കാദമി, ഇന്ത്യസ് #1 ലാംഗ്വേജ് അക്കാദമി. അപ്പൊ എത്ര നാൾ മുമ്പാണ് നിങ്ങളുമുള്ള ബന്ധം? ഞങ്ങള് ഇപ്പൊ ഒരു 4 year ആയി, 4 വർഷത്തിന്. ഷോപ്പ് തുടങ്ങിയിട്ട് റീസെന്റ് ഒരു 5 month ആവണേ ഉള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. അതിന് മുമ്പേ ഉണ്ട്. അതിന് മുമ്പ് ആഷി ആദ്യം അബുദാബിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് റാസൽ ഖൈമിൽ ഒരു റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു റെസ്റ്റോറന്റ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വേറെ റെസ്റ്റോറന്റിലേക്ക് മാറി. അങ്ങനെ അപ്പൊ ഇടയ്ക്ക് പോയി വരും, പോയി കാണും, ഫോൺ അങ്ങനെ. ഈ ഷോപ്പ് തുടങ്ങാനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തി? സോഷ്യൽ മീഡിയ ഉണ്ട്, പിന്നെ കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച്, പിന്നെ നമ്മളെ മെയിൻ ഒരു ഞാൻ പറഞ്ഞ സപ്പോർട്ടർ ഉണ്ട്, ഏട്ടൻ അജീഷ് ഏട്ടൻ. ആ ഏട്ടനും എല്ലാം കൂടെ ഒരുമിച്ച്. ആ ചേട്ടൻ ഇതിനൊന്നും വിഷയമല്ലേ? ആ ഏട്ടനും ഒരുപാട് വെല്ലുവിളി നേരിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളെ പോലത്തെ ഒരാളെ, ഇന്നെ പോലത്തെ ഒരാളെ, കാരണം ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒക്കെ ഫോൺ കോളൊക്കെ വരുമായിരുന്നു. എന്താണ് ജാസിനെ നിങ്ങൾ അവിടുന്ന് പറഞ്ഞയക്കണം, അവന് ജോലി ഇതാക്കരുത്, നിങ്ങൾ അവിടുന്ന് ഇതാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സീനാക്കും, പ്രശ്നമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഫോൺ കോൾസിന് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആള് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആൾക്ക് എന്നെ നന്നായിട്ട് അറിയായിരുന്നു, ഞാൻ ഇതാണെന്നുള്ളത് അറിയാം ആൾക്ക്. നമ്മുടെ ജീവിതം എല്ലാം അറിയാം. പിന്നെ എന്റെ ഫാമിലിനായിട്ടൊക്കെ ഭയങ്കര ബന്ധമാണ്. അത് എത്ര വർഷം മുമ്പുള്ള കണക്ഷനാണ് നിങ്ങൾ? എനിക്ക് തോന്നുന്നു ഒരു 2-3 year ആയിട്ടുണ്ടാവുള്ളൂ കണക്ഷനായിട്ട്. നമ്മൾ ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കില്ല. ഞാൻ വിവാഹം കഴിച്ചതാണ്. എന്റെ വിവാഹം ഫ്ലോപ്പ് ആയിരുന്നു. എത്ര വർഷം മുമ്പ്? ഞാൻ ഒരു 2 year ബാക്ക് ഒരു കല്യാണം കഴിച്ചു. കാരണം ഈ ഞാൻ പറഞ്ഞു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിരുന്നു. കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നൊക്കെ. അങ്ങനെ ഒരു കല്യാണം കഴിച്ചു. ഞങ്ങൾ ആകെ ഒരു 15 ദിവസം ഒരുമിച്ച് ജീവിച്ചു. പിന്നെ ഞാൻ ദുബായിലേക്ക് പോന്നു. പിന്നെ തിരിച്ചു പോയി, ഉപ്പ മരണമായിട്ട് തിരിച്ചു പോയി. പക്ഷെ എനിക്ക് എന്താ പറയാ, ഒരു വിവാഹ ജീവിതം എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി എനിക്ക്. അപ്പൊ ഞാന് ഓക്കെ അങ്ങനെ ഈ മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താരതമ്യം വെച്ച് ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എങ്ങനെയാണ്? മുന്നോട്ടുള്ള യാത്രയില് വിവാഹം എന്തായാലും ഉണ്ടാവില്ല ഇനി. എനിക്ക് വിവാഹ ജീവിതത്തിനോട് ഇനി താല്പര്യമില്ല. മുന്നോട്ടെന്ന് പറയുമ്പോ എന്തായാലും നമ്മള് ജീവിക്കണമല്ലോ, നല്ല കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി നല്ല രീതിയിൽ ജീവിക്കണം. അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ഒരു സന്ദർഭം ഏതായിരിക്കും? ഏറ്റവും വലിയ ദുഃഖം ഉണ്ടായി? ഉപ്പ മരണപ്പെട്ടു. ഉപ്പായുമായിട്ട് അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു? ഭയങ്കരമായിട്ട്. മരണപ്പെട്ടപ്പോൾ ഒരു സങ്കടം എന്ന് പറഞ്ഞത്, ഞാൻ ആ സമയത്ത് ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഉപ്പ നിങ്ങൾ സ്മോക്ക് ഭയങ്കരമായിട്ട് കുറക്കണം, അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നിങ്ങളെ കാണട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. പിന്നെ ഉപ്പ മരണപ്പെട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉപ്പാക്ക് ഒരു ആക്സിഡന്റ് ആയിന്നാ പറഞ്ഞത്. ആക്സിഡന്റ് ആയി എത്രയും പെട്ടെന്ന് അവനോടൊന്ന് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ കൊറോണയുടെ ടൈമാണ്. അപ്പം പെട്ടെന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ, ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ പോരുമായിരുന്നു. അപ്പോൾ എന്താണ് ഞാൻ ഇവിടെ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി എന്നെ വിളിക്കാൻ വേണ്ടി വന്ന സമയത്താണ് പിന്നെ ഇങ്ങനെ ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഉപ്പാക്ക് എന്താണ് പറ, ഉപ്പാക്ക് എന്താ? അപ്പൊ ഉപ്പാക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കുറച്ച് സീരിയസ് ആണ്, നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് വന്ന്. പിന്നെ വീട്ടിലെത്തി ആ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉപ്പ മരണപ്പെട്ടു എന്ന്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. കാരണം ഞാന് ഉപ്പ ഉള്ള സമയത്ത് നമുക്ക് ഒരു കണ്ണുള്ളപ്പോൾ കണ്ണിന് വില പറയില്ല എന്ന് പറഞ്ഞ പോലെ, ഉപ്പുള്ള സമയത്ത് എനിക്ക് ഉപ്പാന്റെ വില മനസ്സിലായിരുന്നില്ല. കാരണം ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞങ്ങള്. ഉപ്പ ഭയങ്കര ചെറുപ്പമാണ്. ഉപ്പാനെ കണ്ടാൽ എല്ലാവരും ചോദിക്കും നിന്റെ ഏട്ടനാണെന്ന് ചോദിക്കും, അത്രയും ചെറുപ്പമാണ് ആള്. അപ്പം
ഉപ്പ ഞാൻ ഇപ്പോൾ നാട്ടിലുള്ള സമയത്ത് ഞാനൊരു റേഷൻ കടയിൽ പോയിട്ട് സാധനം വാങ്ങി, അല്ലെങ്കിൽ ഒരു പച്ചക്കറി കടയിലോ ഒരു മീൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ അവിടെ ഒന്നും പോയിട്ട് ഞാൻ ഇതുവരെ നിന്നൊരു സാധനം വാങ്ങിച്ചില്ല. എന്നെ വിടാതെ എനിക്ക് അറിയൂല ഇങ്ങനെ ഇത്. ഉപ്പ മരണപ്പെട്ട ശേഷമാണ് ഞാൻ ഇത് ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും ഉപ്പ എടുത്ത എഫേർട്ട് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഉപ്പ ചെയ്തു തരുന്നുണ്ട്. എല്ലാവരും ഉപ്പമാരും കേട്ടോ, നമ്മളെ ഉപ്പമാരും എല്ലാവരും ഉപ്പമാരും അവർക്ക് വേണ്ടി ജീവിച്ചത് ഭയങ്കര വലിയൊരു, എല്ലാവരും ഉമ്മമാരെ മഹത്വം പറയുമ്പോൾ ഞാൻ അങ്ങനെ ഉപ്പാന്റെ മഹത്വം അങ്ങനെ ഒക്കെ മനസ്സിലായത്. ആ ഉപ്പ ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ ജീവിതയാത്രയിൽ. ഉപ്പ ഭയങ്കര വിഷമമുള്ള ഒരാളായിരുന്നു. ഉപ്പാനോടും കൂട്ടുകാരന്മാരൊക്കെ പറയുമല്ലോ, കാരണം ഉപ്പ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആൾക്കാരാണ്. ഉപ്പമാരെന്ന് പറയുമ്പോൾ എനിക്ക് ഏട്ടന്മാരില്ല, ഉപ്പ എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങുന്ന ആളാണല്ലോ. ഉപ്പാനോടും ഓൾറെഡി കുറെ ഫ്രണ്ട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങളെ മോൻ എന്താ ഇങ്ങനെ പെൺകുട്ടികളെ പോലെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താ മാമ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉപ്പാനോട് ഇങ്ങനെ ചോദിച്ചു, അവരിങ്ങനെ ചോദിച്ചു, ഇവരിങ്ങനെ ചോദിച്ചു, ഇപ്പൊ ഉമ്മ എന്നോട് പറയാറുണ്ട്. ഉമ്മി ഞാനും ഭയങ്കരമായിട്ട് എല്ലാ കാര്യം ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ്. നല്ല ഫ്രണ്ട്സ് പോലെ എല്ലാ കാര്യം ഷെയർ ചെയ്യും. എന്റെ എല്ലാ A to Z കാര്യം ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്ന ഉമ്മാനോടാണ്. ഉമ്മാക്ക് അറിയാം ഞാൻ എന്താണ് ഏതാണ് എല്ലാം പറയും ഞാൻ. ഉപ്പായോടൊന്നും പറയാറില്ല. ഉപ്പാട് ഒരു ബഹുമാനത്തിന് പേടിയല്ല, ഒരു ബഹുമാന സൂചകമായിട്ടൊരു പേടി ഉണ്ടാവില്ല, അതായിരുന്നു. കാരണം ഉപ്പ പുറത്തിറങ്ങുന്ന ആളാണ്, ഉപ്പ നാട്ടുകാരെ ഫേസ് ചെയ്യുന്ന ആളാണെന്നുള്ളത് എനിക്കറിയാലോ. ഉപ്പ തന്നൊരു ഉപദേശം എന്തായിരിക്കും? ഉപ്പ തന്ന ഉപദേശം എന്ന് പറയുന്നത്, ഉപ്പ തന്ന ഉപദേശം കടം വാങ്ങരുതെന്ന് പറയാറുണ്ട്. ആരെടുത്തു നിന്നും ₹1 കടം വാങ്ങരുത്. അത്രേ ഒരു ഉപദേശം. ഒരാളുടെ പാലിക്കാൻ കഴിഞ്ഞോ? എനിക്ക് ഇതുവരെ ഒരാൾക്കും കടമില്ല. ഞാൻ ₹1 പോലും ഒരാളിന്ന് കടം വാങ്ങുന്ന ആളല്ല. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ചെലവ് ഭയങ്കര ചുരുക്കി ജീവിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ, ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, ആ ബ്രാൻഡഡ് ഡ്രസ്സ് വാങ്ങുന്ന എമൗണ്ട് കൊണ്ട് എനിക്ക് 5-6 ഷർട്ട് വേറെ വാങ്ങാലോ എന്ന്. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര ഒരുപാട് ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങാനൊന്നും ഞാൻ നിൽക്കാറില്ല. എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഷർട്ട് അത് വാങ്ങിച്ച് യൂസ് ചെയ്യും. പറഞ്ഞ വാക്കാണ്. അതെ. ഒരിക്കലും കടം വാങ്ങരുത്, കടം വാങ്ങിച്ച് ശത്രുവിനെ ഉണ്ടാക്കരുതെന്ന് പറയും ഉപ്പ. അതുകൊണ്ട് ഞാൻ കടം വാങ്ങാറില്ല. ഉപ്പാടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ഉപ്പാക്കും ഒരു കടം ഉണ്ടായിട്ടില്ല. ഉപ്പ മരണപ്പെട്ട സമയത്ത് ഉപ്പാക്ക് ഒരു കടം ഉണ്ടായിട്ടില്ല. അത് വീട്ടിലെല്ലാവരും, ഉമ്മയാണെങ്കിലും ഒരു കടം വാങ്ങിച്ചുള്ള ഒരു ആർഭാട ജീവിതം ഞങ്ങൾക്ക് വേണ്ടാന്ന്. ഇല്ലെങ്കിൽ ഉള്ള പോലെ എല്ലാം. ഉപ്പ ടാക്സി ഡ്രൈവർ ആയിരുന്നു, ജീവിക്കാനുള്ളത് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ജീവിക്കാനുള്ളത് ടാക്സി ഡ്രൈവർ വണ്ടി ഓടിച്ച് കിട്ടുന്നത്, അതുകൊണ്ടായിരുന്നു നിങ്ങളെല്ലാം ഇത്രയും വളർത്തിയാക്കിയത്. അതെ. പിന്നെ ഉമ്മ ജോലിക്ക് പോകുമായിരുന്നു, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഉമ്മ ജോലിക്ക് പോകും. ഈ പൈസ കൊണ്ടാണ് നമ്മളൊക്കെ ഇത്ര ആക്കിയെടുത്തത്. അതെ. അവർക്കുണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് ജാസി ഇപ്പൊ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ കുടുംബത്തിലേക്ക് പൈസ കൊടുക്കാറുണ്ടോ? പിന്നെന്താ, നമ്മളാണ് കുടുംബം നോക്കുന്നത്. അതെ. ഉമ്മ കുടുംബം ഉമ്മ ദുബായിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്റെ കൂടെ ഉണ്ടായിരുന്നു 4 മാസം. വലിയൊരു കാര്യമായിരുന്നു. എനിക്ക് ഉമ്മാനെ കൊണ്ടുവരണമെന്ന് ഭയങ്കര വലിയൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ഉമ്മാനെ ദുബായി കാണിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അജീഷേട്ടന്റെ സഹായം, പിന്നെ എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ട്സ് മീൻസ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോഫ്റ്റ് ലൈൻ എന്നുള്ള ഒരു ബുട്ടിക്ക്, അവർ അൽനാഹദിൽ സോഫ്റ്റ് ലൈൻ, അവിടുത്തെ ഇക്ക കുറച്ച് സഹായിച്ചു, ടിക്കറ്റ് ഒക്കെ എടുത്തു തന്നു. അങ്ങനെ ഉമ്മാനെ ഞാൻ ദുബായിക്ക് കൊണ്ടു കാണിച്ചു അല്ലെ. ഇത്തമര കല്യാണമൊക്കെ ഉപ്പ ഉള്ളപ്പോഴാണ് നടക്കുന്നത്? അതെ, ഉപ്പ ഉള്ളപ്പോഴാണ് നടക്കുന്നത്. അപ്പൊ അതൊന്നും ബാധ്യതയായില്ല? അല്ല, അതൊന്നും എനിക്ക് ബാധ്യതയായിട്ടില്ല. പക്ഷെ എനിക്ക് അവർക്ക് കല്യാണത്തിനും എന്തെങ്കിലുമൊക്കെ, അന്ന് ഞാൻ കോഴിക്കോട് പഠിക്കുകയാണ്, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുകയാണ് ഞാൻ. അപ്പൊ ഞാൻ തന്നെ സ്വയം ഞാൻ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യും, പഠിക്കുമ്പോൾ വർക്ക് ചെയ്യും, അവിടെ വർക്ക് ചെയ്യും. അവിടുന്ന് കിട്ടുന്ന ക്യാഷ്, വീട്ടുകാരോട് ഞാൻ ക്യാഷ് ചോദിക്കാറില്ല, കാരണം എനിക്കറിയാം അവിടുത്തെ പ്രതിസന്ധികളും കാര്യങ്ങളും. അപ്പൊ ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ, അവിടെ വെയിറ്റർ ആയിട്ട് വർക്ക് ചെയ്തു, സ്പാൻ ഹോട്ടൽ, കോഴിക്കോട് സ്പാൻ ഹോട്ടൽ വെയിറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് മാസം ഒരു 2500 രൂപ സ്റ്റേറ്റ്മെന്റ് കിട്ടും, അതിന്റെ ഫീസിലേക്ക് ഞാൻ അടക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ രാവിലത്തെ ക്ലാസ്സിന് പോകും, ക്ലാസ് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്ക് മുതൽ രാത്രി 12 മണി വരെ വർക്കിന് നിൽക്കും. അങ്ങനെയായിരുന്നു. അന്ന് എനിക്ക് ഇഷ്ടമാണ്, അധ്വാനിക്കാൻ ഇഷ്ടമാണ് എനിക്ക്. ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ജീവിക്കാനുള്ള ഒരു ഇത്, കാരണം ഒരാളെ മുമ്പിലും കൈ നീട്ടരുത്, അല്ലെങ്കിൽ വേറെ ഒരു പരിപാടിക്കും പറഞ്ഞൊരു വാക്കാണ് കടം വാങ്ങരുത്. ഒരാളെ മുമ്പിൽ കൈ നീട്ടരുത്, അല്ലെങ്കിൽ വേറൊരു വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കരുത് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അന്നും എനിക്ക് ഒരുപാട് ട്രാൻസ് സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം കോഴിക്കോട് പല ഭാഗങ്ങളിൽ നിന്നിട്ട് സെക്സ് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവാണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് തന്നെ ഒരു ഇതിലെത്തണം എന്നുള്ളത് ഭയങ്കര വലിയ ഒരു വാശിയായിരുന്നു. ഈ സെക്സ് വർക്കിലേക്ക് ഈ ട്രാൻസ്ജെൻഡറുകളെ ഇറക്കുന്നത് ഇതൊക്കെയാണല്ലേ? സത്യമായിട്ടും നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ഇത് ചെയ്യുന്ന ഒരുപാട്, എത്രയോ ഉന്നത നിലയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും ഇപ്പോഴും കാണുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് മുഴുവൻ സെക്സ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അവരെല്ലാം ഒന്നടങ്കം അവരെല്ലാം
സെക്സ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തികളാണെന്നാണ്. എത്രയോ നല്ല പേര് മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്, ഒരു ഒത്തിരി നല്ല ക്യാഷ് ഉണ്ടാക്കുന്ന, അത് മണിക്കൂർ വെച്ചിട്ട് എത്രയോ ലക്ഷങ്ങൾ വാങ്ങുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ട്രാൻസ് സുഹൃത്തുക്കളിൽ. അവരും എല്ലാം ഒരു മൈൻഡിലൂടെ കാണുന്ന ഒറ്റ മൈൻഡ്. ട്രാൻസ് എന്ന് പറഞ്ഞത് സെക്സ് വർക്കേഴ്സ്, അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ വേറെ ഒന്നുമില്ല. ആ ചിന്താഗതിയാണ്. അതെ, ഇപ്പോഴും അത് മാറിയിട്ടില്ല. അവരങ്ങനെയാണ്, അവരെ മുദ്ര കുത്തപ്പെട്ടു. ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞാൽ സെക്സ് വർക്കർ ആണ്, അവര് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണെന്നത് മുദ്ര കുത്തപ്പെട്ടു. ഓക്കെ, എന്നാൽ ഈ പറയുന്ന ആൾക്കാരെ അവർക്ക് ഒരു ജോലി കൊടുക്കുമോ, അവരുടെ വീട്ടിൽ ജോലി കൊടുക്കുമോ, അവരുടെ സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുക്കുമോ? എത്ര നന്നായിട്ട്, അതെ, എത്ര നന്നായിട്ട് വർക്ക്, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന കൂട്ടരാണ്. അവർക്ക് ഒരു ജോലി കൊടുത്ത് കാണിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കണം. ഇതൊന്നും പറയാണ്ട് അവര് അവര് ചുമ്മാ എവിടെയെങ്കിലും പോകാൻ, രാത്രി എവിടെയെങ്കിലും പോയി വരികയാണെങ്കിൽ അവള് സെക്സ് വർക്ക് ചെയ്തിട്ട് വരികയാണ്, അല്ലെങ്കിൽ അവളവിടെ നിൽക്കുന്നത് സെക്സ് വർക്കിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു തോന്നല്. ആരെങ്കിലും നമുക്ക് ദേഷ്യം വരുമ്പോൾ, ഇപ്പം നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ വരും, ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യുന്നത്? എനിക്ക് ദേഷ്യം വന്നല്ലോ, എനിക്ക് പൊതുവെ ഭയങ്കര ദേഷ്യം കുറവാണല്ലോ. ഞാൻ പെട്ടെന്ന് ഒരാളോട് ദേഷ്യപ്പെടില്ല, പെട്ടെന്ന് ഞാൻ കരയും, പെട്ടെന്ന് കരച്ചിൽ വരും. എനിക്ക് ഈ ഒരാളെ വിഷമം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമം വരും. എനിക്ക് മെന്റലി അത് എന്റെ ഒരു വിഷമമായിട്ട് ഞാൻ എടുക്കും. എനിക്ക് ഭയങ്കര സങ്കടം, പ്രത്യേകിച്ച് ഈ അമ്മമാര് സ്ത്രീകൾ കരയുന്നത് എനിക്ക് ഭയങ്കര, എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, ഭയങ്കര വിഷമം വരും എനിക്ക്. ഞാൻ പൊതുവെ ഭയങ്കര, പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കാനൊന്നും പോവില്ല. ഞാൻ മാക്സിമം ദേഷ്യം വന്നാൽ ഞാൻ സൈലന്റ്, ആ ഭാഗത്ത് നിന്ന് സൈലന്റ് ആയി നിൽക്കുക ചെയ്യാൻ. അതെ അതെ, എനിക്ക് ആൾക്കാരോട് ദേഷ്യപ്പെടാൻ അറിഞ്ഞുകൂടാ. നമ്മുടെ ചതിച്ചു എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി മാത്രമല്ലോ ജീവിതത്തിൽ? അതെ, എന്റെ ലൈഫിൽ എന്നെ ചതിച്ചത് ഈ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചതിവും കിട്ടിയില്ല. ഇല്ല ഇല്ല, എന്നെ അങ്ങനെ ചതിക്കാൻ ആർക്കും തോന്നൂല. ഞാൻ എല്ലാവരോടും ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് പെരുമാറുന്ന വ്യക്തിയാണ്. ഞാൻ ആരെയും ഒരു പ്രശ്നത്തിന് ഇടപെടാൻ പോകില്ല, അല്ലെങ്കിൽ ഞാനായിട്ടൊരു പ്രശ്നം അവർക്ക് ഉണ്ടാക്കി കൊടുക്കില്ല. അങ്ങനെ ഒരു ലൈഫിൽ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്ര, ഇപ്പോൾ ഈ 28 വയസ്സായി, ഇത്ര ഇതിൽ ഞാൻ ഇതുവരെയായിട്ടും ഒരാളോടും ഒരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ ഒറ്റ പ്രശ്നം എൻ്റെ ലൈഫിൽ ഉണ്ടായത് ഈ സംഭവം മാത്രമാണ്, ഈ ജീവിതത്തിൽ അല്ലേ? നമ്മൾ എന്ത് സഹിക്കാനും തയ്യാറല്ലേ? ഒത്തിരി, എത്ര ഞാൻ എൻ്റെ ലൈഫിലൊക്കെ ഞാനല്ല, എൻ്റെ കൂടെ ഈ ഒരു പ്രതിസന്ധിയുടെ കടന്നു പോകാൻ ഒരുപാട് പേര് സഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് ഇവര് നാട് വിട്ട് തന്നെ പോണത്. ഈ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ഈ സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകള്, അവര് മാറ്റി നിർത്തപ്പെടുന്നത്. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കല്യാണത്തിനൊക്കെ പോകാൻ. ഒരാൾ കൂടി ഏരിയയിലേക്ക് സ്ഥലത്തേക്ക് പോകാൻ ഭയങ്കര ഉൾക്കൊണ്ട് ഭയങ്കര ടെൻഷനുള്ള വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ആൾക്കൂട്ടം കാണുന്നത്. എന്താ ഇവര് എന്നെ കുറിച്ച് കരുതുന്നത്, അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവര് മാറുന്നതിനെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്, ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. കല്യാണത്തിന് ഞാൻ പോവില്ല, ഞാൻ കുടുംബത്തിലെ കല്യാണത്തിന് ഞാൻ പോയിട്ട് പെട്ടെന്ന് ഞാൻ തിരിച്ച് വീട്ടിലെത്തും. അത് എത്തുന്ന വരെ എനിക്ക് ഒരു ശ്വാസം മുട്ടായിരുന്നു. അവിടെ പോയിട്ട് ഇങ്ങനെ മറ്റുള്ള ആൺകുട്ടികളെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള പെൺകുട്ടികളെ പോലെ അവര് അത്ര സമയം അവിടെ നിൽക്കുക, അവരോട് അടിച്ചു പൊളിക്കുക, അതിനൊക്കെ എനിക്ക് പേടിയായിരുന്നു എനിക്ക്. ഇപ്പോൾ ഏറ്റവും കൂട്ടുകെട്ടുകൾ പെൺകുട്ടികളാണോ? ആൺ സുഹൃത്തുക്കളുണ്ട്, പെൺ സുഹൃത്തുക്കളുണ്ട്. ആരെയാണ് ഇതിൽ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നത് ഈ കൂട്ടറിൽ? അങ്ങനെ എനിക്ക് രണ്ടുപേരും കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഒരു ചതിവ് കിട്ടിയപ്പോ എനിക്ക് ആ ഒരു വ്യക്തിനോട് മാത്രമേ ദേഷ്യം ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീകളോട് എനിക്ക് ദേഷ്യമില്ല, പക്ഷെ അവളൊരു സ്ത്രീ അല്ലാന്ന് തോന്നി എനിക്ക്. അത്രയ്ക്ക് ഞാൻ സഹിച്ചു. ഞാൻ ഒത്തിരി കാര്യം, ഞാൻ ഡിപ്രഷന്റെ വക്കിലൊക്കെ ആയിരുന്നു. ആ പ്രശ്നം കഴിഞ്ഞിട്ടാണ്, അല്ല, ഈ ഡിപ്രഷൻ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഉമ്മ ദുബായിലേക്ക് വരുന്നത്, ഞാൻ കൊണ്ടുവരുന്നത്. കാരണം എനിക്ക് തോന്നി തുടങ്ങി എന്റെ മൈൻഡ് മുഴുവൻ പോവാൻ സ്വയം തോന്നിയിട്ട് ഞാൻ പറഞ്ഞതാണ് ബോസിനോട്, എനിക്ക് എൻ്റെ ഉമ്മാനെ കൊണ്ടുവരണമെന്ന്. കാരണം എനിക്ക് ഈ അവസ്ഥയിൽ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. കാരണം ഞാൻ മെന്റലി എനിക്ക് തോന്നി തുടങ്ങി, ഞാൻ മെന്റലി ഡെഡ് ആവാൻ തുടങ്ങി എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു. ഇവിടുത്തെ ജീവിതത്തിൽ ഇപ്പൊ നാട്ടിൽ വെച്ച് ഒത്തിരി അനുഭവിച്ചു, ഇവിടെ അങ്ങനെ ഒരു അനുഭവങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? ഇവിടുന്ന് അങ്ങനെ എനിക്ക് അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദുബായിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എപ്പോഴും സേഫ് അല്ലേ ദുബായ്? ദുബായ് ഭയങ്കര സേഫ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെന്താ, കാരണം ഇവിടെ അത് സേഫായിട്ട് തോന്നുന്നത്, ഇവിടുത്തെ ആൾക്കാർക്ക് മറ്റുള്ള ആളെ ലൈഫിലേക്ക് കടന്ന് ചെല്ലാൻ മാത്രം ടൈം ഇല്ലല്ലോ, സമയമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരെ നമുക്ക് അറിയില്ല, ആരാണ് അവിടെ താമസിക്കുന്നത്, കാണുന്നത് പോലും ഇല്ല. അപ്പൊ അവർക്ക് സമയമില്ല നമ്മളെ ലൈഫ് അന്വേഷിക്കാനും. നാട്ടിൽ ഇഷ്ടംപോലെ സമയമുണ്ട്, ആ പ്രശ്നങ്ങളും കൂടും. ഇവിടെ അവർക്ക് സമയമില്ല, അവർ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നില്ല നമ്മുടെ അടുത്തേക്ക്. അവരെ കാര്യം ചെയ്ത് അവർ ജീവിച്ചു പോകുന്നു. നമുക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പം, പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ സെക്സുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വീട്ടിൽ പറയാറില്ലേ? എനിക്ക് പേടിയായിരുന്നു പറയാൻ.
കാരണം ചിലതൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നും, പക്ഷെ എനിക്ക് പേടിയായിരുന്നു പറയാം, എങ്ങനെ അവരെ ഉൾക്കൊള്ളും അല്ലെങ്കിൽ അവരെങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ എന്നോട് പറയില്ലേ നീ ഇങ്ങനെ നടന്നിട്ടില്ലേ എന്നുള്ളത് പറയോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. പേടിയായിരുന്നു എനിക്ക് പറയാൻ. ഇപ്പൊ തോന്നുന്നുണ്ടോ അങ്ങനെ അത് പറയാമായിരുന്നു? തോന്നുന്നുണ്ട്. കാരണം ഇപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടെ എന്റെ വീട്ടിൽ എനിക്ക് അക്സെപ്റ്റേഷൻ കൂടുമായിരുന്നു എന്ന് തോന്നുന്നു. ഉൾക്കൊള്ളാൻ എളുപ്പമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെയാണ് നമുക്ക് പറ്റിയൊരു തെറ്റല്ലേ? സത്യം, വലിയ തെറ്റല്ലേ അല്ലേ? ഇപ്പൊ കുട്ടികളെ എനിക്ക് തോന്നുന്നു നമ്മള് പേടിച്ചൊന്നും വീട്ടിൽ പറയാതെ ഇരിക്കരുത്. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മനോടോ നമ്മൾ പറയണം. ഒരു ദിവസം മുതൽ ആ ഒരു ദിവസം ഉണ്ടായ എല്ലാ സംഭവങ്ങളും ക്ലാസ് കഴിഞ്ഞ് വന്നാൽ അല്ലെങ്കിൽ പുറത്തിറങ്ങി വീട്ടിലെത്തിയാലും നമ്മൾ പറയണം, ഷെയർ ചെയ്യണം. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്നും എല്ലാം പഠിക്കാൻ പറ്റി ഇപ്പൊ. അല്ലെങ്കിൽ ജാസി ഇവിടെ ആയിരിക്കില്ലായിരുന്നു. തീർച്ചയായിട്ടും അന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അനുഭവം നല്ലൊരു ഗുരു എന്ന് പറയില്ലേ, അതേപോലെ എൻ്റെ ലൈഫിൽ അനുഭവം കൊണ്ട് ഒരുപാട് പഠിച്ചു. ആരുടെ മുമ്പിലും ആരുടെ മുമ്പിലും സിൻസിയർ ആയിട്ട് നമ്മൾ ഒറ്റപ്പെട്ട ഒരാളാണെന്നുള്ള ഒരാളും പറയരുത്. നമുക്കൊരു കൂട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്കാണെന്നത് പറയരുത്, ഒരാളോടും പറയരുത്. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട് സമൂഹത്തിൽ. ജീവിതത്തിൽ പറ്റിക്കപ്പെട്ടിട്ടില്ല? ഒറ്റവട്ടം എൻ്റെ ലൈഫിൽ എനിക്ക് ഓർമ്മയിൽ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുള്ളൂ. എങ്ങനെയാണ്? മറ്റേ കാര്യം മാത്രം. വേറെ എന്നെ പറ്റിക്കാൻ ആർക്കും തോന്നൂല. ഇത് എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ അവൾക്ക് എന്നോട് അങ്ങനെ തോന്നുന്നത്? അവളോട് അത്രയും സിൻസിയർ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടായ നഷ്ടവും എല്ലാം ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ഏറ്റവും നഷ്ടം ഉപ്പ മരിച്ചത്. പിന്നെ ഈ വിഷയത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈറ്റേഴ്സ് വന്നത്. കാരണം ഞാനിത് മാറ്റി പറഞ്ഞത്, ജാസി പറഞ്ഞത് ഓക്കെ, ഞങ്ങൾ ജാസിനെ അക്സെപ്റ്റ് ചെയ്ത്. ഈ മാറ്റി പറഞ്ഞതാണ് ആളുകൾ ഉൾക്കൊണ്ടിട്ടില്ല അല്ലെ? ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല. ഞാൻ അതുകൊണ്ട് അത് തന്നെ ചോദിച്ചത്. ചിലവര് പറയും ജാസിനെ അത് കണ്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ജാസിന്റെ ഇഷ്ടം കൊണ്ടല്ല അത് പറയിപ്പിച്ചത്. അത് നമ്മളോട് അടുപ്പമുള്ളവരല്ല പറയുന്നത്. അതെ. അല്ലാത്തവർക്ക് ഇപ്പോഴും വിചാരിക്കുന്നത് ഞാനത് മാറ്റി പറഞ്ഞത് എന്തിനാണ്, നീ എന്തിനാ? കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് വന്നു. ജാസി പാവാണ്, ജാസി അതാണ്, എന്നൊക്കെ ഒരുപാട് പേര് സപ്പോർട്ടീവ് വീഡിയോസ് ചെയ്തു. ഈ സപ്പോർട്ടേഴ്സിനെല്ലാം തള്ളിയിട്ടാണല്ലോ ഞാൻ പിന്നെ മാറ്റി പറയുന്നത്. അപ്പൊ അവർക്ക് എന്നോട് വെറുപ്പ് വന്നു. ആ വെറുപ്പ് തുടരുന്നുണ്ടല്ലേ? കുറെയൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരും. എന്നാലും കുറച്ചൊക്കെ ഉണ്ട് ഇപ്പോഴും. ഒരു ദിവസം എത്ര വീഡിയോ ചെയ്യും? ഒരു 3 വീഡിയോസ് ഒക്കെ. 3 വീഡിയോ. കൂടുതലും ഡാൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? ഡാൻസ് ഞാൻ കുറെ കണ്ടിരിക്കുന്നത് ഡാൻസ് ആണ്. ഡാൻസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഷോപ്പിന് വീഡിയോസ് ചെയ്യാറുണ്ട്. ഷോപ്പിന്റെ മുമ്പിലാണ് ഡാൻസ് ഒക്കെ ചെയ്യാറ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഷോപ്പിന്റെ ഫ്രണ്ടിലും ഡാൻസ് ചെയ്യാറുണ്ട്. ഡാൻസ് ചെയ്ത് വീഡിയോ ഇടാറുണ്ട്. എത്ര വരുമാനം ഉണ്ട് ഇപ്പൊ ഇതിന്നോ? സോഷ്യൽ മീഡിയന്നോ പറയണോ? സോഷ്യൽ മീഡിയ ടിക്ടോക്കിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനം കിട്ടും. മൊത്തം തുക പറയണ്ട, ടിക്ടോക്ക് ഇവിടെ പറഞ്ഞാലും കുഴപ്പമില്ല. അല്ല, ടിക്ടോക്കിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അങ്ങനെ ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കൊളാബ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടും. ഇപ്പൊ വേറെ പേജിന്റെ പ്രൊഡക്റ്റ് നമ്മളെ പേജിലിട്ട് കൊളാബ് ചെയ്യുമ്പോൾ അങ്ങനെ വർക്ക് കിട്ടാറില്ല. അങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ വർക്ക് ചെയ്ത് കൊടുക്കാറില്ലേ? ഉണ്ട്. അല്ലാണ്ട് ഞാൻ ഫ്രീലാൻസായിട്ട് മേക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ മേക്കപ്പ് അവരെ കല്യാണ വർക്കൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതിനൊരു ചെറിയ വരുമാനം ഉണ്ടാവുന്നു. എല്ലാ രീതിയിലും വരുമാനം, സേവിങ്, എവിടുന്നൊക്കെ ഇൻകം വരുന്നുള്ളത് നോക്കി എല്ലാം ചെയ്യാറുണ്ട്. ഞാൻ ടൈം കണ്ടെത്താറുണ്ട് അതിനൊക്കെ. ഇനി ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചങ്ങനെ എന്താണ്? ഇനി നാട്ടിൽ ഒരു മേക്കപ്പ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞ കഫേ, ഒരു ടീ കഫേ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. നാട്ടിലേക്ക് തിരിച്ചു ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അവസാനം എന്തായാലും നമ്മൾ ഇവിടെ പോകേണ്ടി വരുമല്ലോ നാട്ടില്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നാട്ടിലും തുടങ്ങണം എന്നൊരു ഇതുണ്ട്. സമ്പാദ്യമൊക്കെ ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ മാഷൊന്നും കുഴപ്പമൊന്നുമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? അങ്ങനത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. മറ്റേ എന്റെ കേസ്, ഡൈവോഴ്സ് കേസ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് ഓക്കെ ക്ലിയർ ആയി. അപ്പൊ അങ്ങനെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല സാമ്പത്തികമായിട്ട്. സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല. ഇല്ല. നമ്മൾ ആരെങ്കിലും വെറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരാളെ മാത്രമേ വെറുക്കപ്പെട്ടിട്ടുള്ളൂ. ജീവിതത്തിൽ ഇയാളിലേക്ക് മാത്രം, ഈ പെൺകുട്ടികളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു. എന്റെ അത്രയും സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന എന്റെ ലൈഫ് അങ്ങ് ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ഇപ്പോഴും ഇടക്ക് ചെറിയ ഒരു കല്ല് കടിക്കാന്ന് പറയില്ലേ, അതേപോലെ അത്രയും നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ ലൈഫ് അങ്ങ് തിരിച്ചു വിട്ടത് ഈ ഒരു വ്യക്തി മാത്രം. ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്റെ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എന്നും ഇത് കരടായി കിടക്കും അല്ലേ? ഇപ്പോഴും ഉണ്ട് എനിക്കിത്.
എന്റെ മനസ്സിൽ. ഈ ആഷ് വന്നു കഴിഞ്ഞപ്പോഴും ഉൾക്കൊള്ളാൻ വൈകിയോ? ആഷി തെറ്റ് മനസ്സിലാക്കി വന്നു കഴിഞ്ഞപ്പോഴും ഉൾക്കൊള്ളാൻ എനിക്ക് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു അവനക്ക് മനസ്സിലായി, അപ്പൊ നമ്മൾ ഇനി ഒന്നും പറയണ്ട, കാരണം ഓക്കെ ആയി. കാരണം ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഒരുപാട് വീഡിയോസ്, ഫോട്ടോസ്, ഇവളെ സ്നേഹിച്ച ഒരു ആളെ എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. അത് ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ആഷിക്ക് ഫുള്ള്. അപ്പൊ അവർക്ക് മനസ്സിലായി സംഭവങ്ങളെല്ലാം. ആഷി പറഞ്ഞില്ലേ കുറെ നാളായിട്ട് എന്നെ ഇങ്ങനെ വശീകരിച്ചോണ്ടിരിക്കുവാന്ന്, പിന്നീട് ആഷി കഥ പറഞ്ഞു? ഇല്ല, ആഷിനോട് പറഞ്ഞു ഇങ്ങനെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കായിരുന്നു, ഞാൻ നിന്നെ പേടിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു എന്ന് പറഞ്ഞു. ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, കോണ്ടാക്ട് ചെയ്യായിരുന്നു, അങ്ങനെ മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ അടുത്ത് വരികയും ചെയ്യുമായിരുന്നു ഈ കുട്ടി. എന്നെ കാണാൻ വരും, എന്നോട് മെസ്സേജ് അയക്കും, എന്നെ ഫോൺ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. എന്നാ എന്നോട് പറയാറൊന്നുമില്ലേ കഥ. അതിനോടൊപ്പം തന്നെ ആഷിന് മെസ്സേജ് അയച്ചോണ്ട്. അതെ അതെ, അതെനിക്കറിയില്ലായിരുന്നു. പിന്നെയാണ് അങ്ങനെയുള്ളതെല്ലാം അറിയുന്നത്. എല്ലാം അറിഞ്ഞ് നല്ല രീതിക്ക് ആയിപ്പോ വീണ്ടും നിങ്ങൾ ഒന്നിച്ചെന്നുള്ള സംശയം ഇപ്പോഴും ആളുകൾക്കുണ്ട്? ഒന്നിച്ച് ഇപ്പോഴും ആളുകൾക്കില്ല സംശയം. ഇപ്പോഴും ഞാൻ ചോദിക്കും, ഇപ്പൊ ഞാൻ പ്രശ്നം നാട്ടിൽ പോയിണ്ടായിരുന്നല്ലോ, അപ്പോഴാണ് ചോദിച്ചത് ആഷി നിങ്ങൾ തമ്മിൽ പ്രശ്നം സോൾവ് ആയോ, അതൊക്കെ ഓക്കെ ആയോ, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഫ്രണ്ട്സ് ആയോ എന്നൊക്കെ. അപ്പൊ ഞാൻ പറയാം അപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉള്ളത്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കമന്റുകൾ വായിക്കാറുണ്ടോ? ഞാൻ ഇതുപോലെ കുറെ കമന്റുകളൊന്നും വായിക്കാറില്ല. കാരണം കമന്റ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നോട് എന്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, ജസ്റ്റ് നിന്റെ വീഡിയോ താഴെ തന്നെ ഒരുപാട് വൃത്തിയുടെ കമന്റ് ഒക്കെ നിനക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ, അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചൂടെയാണ്. ഞാൻ പറയുന്നത് കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കണം. പിന്നെ നമുക്ക് കമന്റ് ഇടുന്ന ആള് ചിലപ്പോൾ അവരെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ ഭയങ്കര മാന്യമാരായിരിക്കും. അപ്പൊ അവരിൽ ഒരാൾ കാണട്ടെ ഇത് ഇവന്റെ കമന്റ് എന്താ ഇങ്ങനെ, ഇവൻ നല്ല അടിപൊളി ആളാണ്, ഞാൻ എന്താ ഇവന്റെ കമന്റിൽ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താന്നുള്ളത് മറ്റുള്ളവർ അറിയട്ടെ. അതുകൊണ്ടാണ് ഞാൻ എന്റെ കമന്റ് ബോക്സ് ഓഫ് ആക്കാത്തതും കമന്റ് ബോക്സ് ഡിലീറ്റ് ആക്കാത്തതും. ഒരു കമന്റും ഡിലീറ്റ് ആക്കില്ല, അവിടെ കടന്നോട്ടെ. അല്ലേ, കമന്റ് ഇട്ട ആളെ പിന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, ഇത് കമന്റ് ഇട്ട ആളെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എന്നെ കുറിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിച്ച ഒരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിച്ച് വീഡിയോ ചെയ്ത് നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളെ ഒരു ഫംഗ്ഷന് പോയപ്പോ കണ്ടു. എങ്ങനെയാണ് ആ സമയം? ഒന്നും ഇതില്ല, ഞാൻ ഇല്ല, ഞാൻ അയാളെ നോക്കി, അയാൾ എന്നെ നോക്കി, പിന്നെ ഇതാക്കി അയാൾ പോയി. ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ ഫംഗ്ഷൻ കഴിഞ്ഞ് സംസാരിക്കാൻ വേണ്ടി നിന്നത്, ഞാൻ ഫംഗ്ഷൻ കഴിഞ്ഞ് സംസാരിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. പക്ഷെ അതിന് മുമ്പ് അയാൾ പോയി. നമ്മളെ പേടിച്ചു പോകണം? അതൊന്നും ആയിരിക്കില്ല, ഒന്നും പറഞ്ഞില്ല അയാള്. നമുക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. കാരണം നമ്മളെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇന്നലെ നാളെ പഠിച്ച റബ്ബ് കൊടുക്കുമല്ലോ. അപ്പൊ ഇപ്പൊ അയാൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അയാളൊരു ഫോട്ടോസ് ഇങ്ങനെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് വന്നു, ഇങ്ങനെ ഭയങ്കര സീനായിട്ടാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്നത്, നാട്ടിലേക്ക് പോകാൻ പോലും പറ്റുന്നില്ല, എല്ലാരും സഹായിക്കണം, അങ്ങനെയാണ് ഇങ്ങനെ വേണ്ട. ഇങ്ങനെ ആ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടി. അപ്പൊ പോലും എന്റെ മനസ്സറിയാണ്ട് പ്രാർത്ഥിച്ചു, അയ്യോ പഠിച്ചോനെ ഷിഫാക്കി കൊടുക്കണേന്ന്. അതാണ് നമ്മളെ മനസ്സ്. കാരണം എന്നെ പറ്റി അത്രയും മോശമായ രീതിയിൽ എന്നെ പറ്റി എത്രത്തോളം വൾഗറായിട്ട് പറയാൻ പറ്റുന്ന ആ തലത്തിൽ പോയി പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. ചെയ്യണ്ട എന്ന് തോന്നിയ സംഭവം എന്തെങ്കിലും ചെയ്തിരുന്നോ? ഞാനോ? ഇത് ചെയ്യണ്ടായിരുന്നു, നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ചെയ്യണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നിയ സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ ഇപ്പൊ ഇവിടെ നടക്കുന്ന ആശയുണ്ടല്ലോ, അവന് സോഷ്യൽ മീഡിയ ഭയങ്കര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. അവൻ ആദ്യം എന്നോട് പറയുന്നത്, ഞാൻ ഇല്ല നീ ചെയ്തോ, എനിക്ക് സോഷ്യൽ മീഡിയ വേണ്ട, എന്തിനാ സോഷ്യൽ മീഡിയ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ അവനെ കൊണ്ടുവരണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അവനെ കൊണ്ടുവന്നതുകൊണ്ടാണല്ലോ കുറേയൊക്കെ പ്രശ്നങ്ങൾ വന്നത്. അപ്പൊ അവനെ സോഷ്യൽ മീഡിയ കൊണ്ടുവരണ്ട, അവന്റെ ഒരു ലെവലില് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാണ്ട് നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ. വെറുതെ അവനെ പിടിച്ച് സോഷ്യൽ മീഡിയയിലിട്ട് അവനക്കും ഈ ഒരു ഭ്രാന്ത് കൊടുത്ത പോലെ ആയി പോയി. അതായിരുന്നു നമ്മുടെ ജീവിതത്തിൽ അത് വേണ്ടായിരുന്നു എന്ന് തോന്നി എനിക്ക്. എന്റെ ചോദ്യം കറക്റ്റ് ആയി പോയി. അത് വേണ്ടായിരുന്നു. അവന്റെ ഒരു മൈൻഡ് സെറ്റ് എന്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. വെറുതെ സോഷ്യൽ മീഡിയയും കൂടി വെച്ചിട്ട് അവനെ വെറുതെ സീനാക്കണ്ടെന്ന് തോന്നിയിരുന്നു എനിക്ക്. നമ്മൾ ഇട്ട പോസ്റ്റുകൾ പിൻവലിക്കേണ്ടായി വന്നിട്ടുണ്ട് എന്തെങ്കിലും? എനിക്ക് ഞാൻ ഇട്ട പോസ്റ്റ് പിൻവലിക്കാൻ വന്നത് ഇങ്ങനെ ഒരു ദുബായിലാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ലേഡീസിന്റെ ഒരു ഇത് ഞാൻ അബായിട്ടൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചെറിയൊരു പ്രോബ്ലം ആയ സമയത്ത് ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതാണ് പിൻവലിച്ചത്. അത്രേ ഉള്ളൂ. ചെയ്തത് നീ ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇത് വേണ്ടായിരുന്നു കേട്ടോ ജാസ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? എന്റെ ഫ്രണ്ട് കീക്കി എപ്പോഴും എടുക്കും പറയും,
ഓരോ കാര്യം ചെയ്യുമ്പോൾ ജസ്റ്റ് ഇത് വേണോ അത് വേണ്ടട്ടോ, അവള് ഭയങ്കര അഡ്വൈസ് ആയിരുന്നു എനിക്ക്. ഭയങ്കര നല്ല അഡ്വൈസ് ആയിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ. അപ്പൊ എൻ്റെ എല്ലാ വിഷമത്തിലും എൻ്റെ എല്ലാ ഇതിലും എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ് അവള്. ഈവൻ ശ്രുതി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ കീക്ക് എല്ലാ പ്രശ്നത്തിലും എൻ്റെ കൂടെ നിന്ന് എന്നോട് അത് വേണ്ട ഭയങ്കര അഡ്വൈസ് തരും അവള്. മുൻകൂട്ടി ചിന്തിച്ച് ഇങ്ങനെ പ്രശ്നം വരും കേട്ടോ, അല്ലെങ്കിൽ ഭാവിയിൽ ഇത് അങ്ങനെ ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അത് ക്ലിയർ ചെയ്ത് തരുന്ന ഒരു വ്യക്തിയാണ് അവള്. ഈ ശ്രുതിയുമായിട്ട് എത്ര വർഷത്തെ ബന്ധമാണ്? ശ്രുതിയായിട്ട് എനിക്കിപ്പോ ഒരു 4 year 4 വർഷത്തിന് മുകളിലായി. അത് വലിയൊരു ആത്മബന്ധമല്ലേ? തീർച്ചയായിട്ടും. അല്ലെ? എപ്പോഴും ഷോപ്പിലുണ്ടാവും തോന്നുന്നു. അവള് വരാറുണ്ട്. അവളെ വീട്ടിൽ ഞാൻ പോയി നിൽക്കാറുണ്ട്, അവൾ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. ഞങ്ങൾ രണ്ടുപേർക്കും പൂച്ചയുണ്ട്. അപ്പൊ രണ്ടുപേരെ പൂച്ച ഭയങ്കര മിങ്കിളാണ്. അങ്ങനെ ഭയങ്കര ഒരു നല്ലൊരു മീൻസ് നമുക്ക് ഫാമിലീസിനെ വിട്ട് നിൽക്കുകയാണല്ലോ നമ്മൾ ദുബായിൽ. അപ്പൊ നമ്മള് ഒരു ഫാമിലി പോലെ തന്നെ അവര്. ഇപ്പൊ ഈവൻ കീക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ശ്രുതി ആണെങ്കിലും ഒക്കെ നമ്മളൊരു ഫാമിലിയിലെ അങ്ങോട്ട് അംഗമാണ്. കാരണം ഒരു പെരുന്നാൾ വരുമ്പോൾ അവര് നമ്മുടെ വീട്ടിൽ വരിക, ഒരു ഓണം വരുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ഒരു പെരുന്നാൾ കഴിഞ്ഞ് റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സാധനം കൊണ്ടുവന്ന് തരിക. കീക്കൊക്കെ കുറേ ഫ്രൂട്ട്സും കുറേ മിഠായി ഒക്കെ ആയിട്ട് വരും. കുറെ ഉപദേശിക്കാറുണ്ടോ? ശ്രുതി ഉപദേശിക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഉപദേശിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ വഴക്ക് കൂടുതൽ 1 ദിവസം കൊണ്ട് ഞങ്ങൾ വഴക്ക് വഴക്ക് കൂടാറുണ്ട്. ഞങ്ങൾ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപറ്റും. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങൾ തല്ലുകൂടാറുണ്ട്. ഈവൻ കീക്കിനോട് എനിക്ക് തല്ലുകൂടേണ്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ ശ്രുതിനോട് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങള്. കീക്കെന്ന് പറയുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റുക്സാന എന്നാണ് ശരിക്കുള്ള പേര്. കീക്കിമ എന്നാണ് അവള് ഐഡിയിലെ പേര്. അപ്പൊ കീക്കിനോട് എനിക്ക് അങ്ങനെ വഴക്ക് കൂടുന്ന അവസ്ഥ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ശ്രുതിനോട് വഴക്ക് കൂടിയാലും അത് 1 ദിവസം 2 ദിവസമൊക്കെ വഴക്ക് നീണ്ടു പോകാറുള്ളൂ. അപ്പൊ അതിന് ഫോൺ വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ അത് ഓക്കെ ആക്കും. ഞങ്ങൾക്ക് ഭയങ്കര എപ്പോഴും ഫോൺ ചെയ്യുന്ന ആൾക്കാരെ, എപ്പോഴും കാണുന്ന ആൾക്കാരല്ലേ, ഒത്തിരി ദിവസം നമുക്ക് വഴക്ക് കൂടി ഇരിക്കാൻ പറ്റില്ല. പേഴ്സണൽ ആയിട്ട് വാട്സാപ്പുകളിൽ ചീത്ത വിളിക്കാറുണ്ട്? ഞാനോ? അല്ല, നമ്മുടെ ഫോണിലേക്ക് അങ്ങനെ കോളൊന്നും അങ്ങനെ കോളല്ല, എനിക്ക് ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഫോണിന് ഇങ്ങനെ ഭീഷണി ഉണ്ടായിരുന്നു. അത് ചെയ്യുവാണ് ചെയ്ത് മെസ്സേജ് അത് ഞാൻ ആഷിഖിന്റെ നാട്ടുകാരനാണ്, നീ ആഷിഖിനെ വിട്ടു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇത്. അങ്ങനെ ഞങ്ങളത് അയാളെ ഈ ഫോട്ടോ പേര് വെച്ചിട്ട് ഞങ്ങൾ ഫേസ്ബുക്കിൽ അടിച്ചു കൊടുത്തു. പാലക്കാടാണ്. അപ്പൊ ഫേസ്ബുക്കിൽ അടിച്ചത് അയാളെ ഫോട്ടോസ് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അയാൾക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ അയാൾ പറഞ്ഞില്ല ഞാൻ തമാശക്ക് ചെയ്തതാ, ഞാൻ ചുമ്മാ ചെയ്ത, ഞങ്ങൾ നമ്പർ കണ്ടപ്പോ ചുമ്മാ നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി ചുമ്മാ ചെയ്തതാ, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അത്രേ ഉള്ളൂ. ഇനിയുള്ള ജീവിതയാത്ര സുഖമായി മുന്നോട്ട് പോകട്ടെ. എനിക്ക് തോന്നുന്നു നമ്മള് നല്ല രീതിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ഭയത്തോടു കൂടിയാ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര പേടിക്കണം. ഇന്റർവ്യൂ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഒന്ന് പൊരിച്ചെടുക്കും. അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല എല്ലാം സ്മൂത്ത് ആയിട്ട് പറഞ്ഞില്ലേ? ഭയങ്കര സ്മൂത്ത് ആയിട്ട്. ഇങ്ങനെ ഇത്രയും മനസ്സ് തുറന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ ലാസ്റ്റ് നാട്ടിൽ പോയ സമയത്ത് ഇതേപോലെ എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അവരും കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ചോദിച്ചത്. പക്ഷെ മനസ്സ് ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിച്ച പോലത്തെ ഫീൽ ചെയ്തു എനിക്കിപ്പോ. ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല? തീർച്ചയായിട്ടും. അപ്പം എന്നെ ഭയമില്ലല്ലോ. വെറുതെ പറയണല്ലേ? അതെ വെറുതെ പറയുന്നതാ. അജ്മൽ ഖാന്റെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ? അതെ, എനിക്ക് അജ്മൽ ഖാൻ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കുടിച്ചപ്പോ എനിക്ക് തോന്നി, അയ്യോ ഇന്ന് എന്തൊക്കെയാണ് എന്നോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. സുഹേൽ ജാസ്മിൻ എന്റെ ഫ്രണ്ടാ. അപ്പൊ അവളെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെയൊക്കെ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത്. എനിക്ക് ഈ ചോദ്യം ഉറപ്പായിരുന്നു. എനിക്ക് എന്റെ ലൈഫിലുണ്ടായത് ആകെ ഒരു ഇൻസിഡന്റ് അത് മാത്രമാണ് കേട്ടോ. അതെനിക്ക് ചോദിക്കുക എന്നുള്ളത് ഉറപ്പായിരുന്നു. മറ്റതൊന്നും എനിക്ക് അങ്ങനെ വലിയ സീനായിട്ട് തോന്നിയിട്ടില്ല. അല്ല, മറ്റേതെല്ലാം നമ്മുടെ ജീവിതയാത്രയാണല്ലോ. നമ്മൾ ജീവിതയാത്രയാണല്ലോ. നമ്മളാണെന്ന് പ്രഷറും കുറച്ചും കൂടെ മനസ്സിലാക്കിയാൽ ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്നെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്നെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുക. എന്നോട് കുറിച്ച് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ അതാണ് ചോദിച്ചു മനസ്സിലാക്കിയത്. അല്ല, എന്നെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം. എത്രയോ പേര് എന്നോട് അയ്യോ ജാസി ഇത്ര ഇതാന്ന് അറിയില്ല, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കാനുണ്ട് ജാസി. എത്ര പേര് വന്ന് ഷോപ്പിൽ നിന്ന്, ഇപ്പൊ ഷോപ്പ് ആയതുകൊണ്ട് ഒരുപാട് പേര് വന്ന് സംസാരിക്കാറുണ്ട് എന്നോട്. ഷോപ്പിലേക്ക് ഒത്തിരി പേര് വരാറുണ്ട്. ബിസിനസ് ഒരു ദിവസമൊക്കെ നന്നായിട്ട് പോകുന്നില്ല? മാഷാഅല്ലാഹ്, കുഴപ്പമില്ല. എല്ലാ രാജ്യക്കാരും ഒന്നുകൂടെ നമ്മളെ പെർഫ്യൂംസ് ഒക്കെ ഭയങ്കര നല്ല അഭിപ്രായമാണ്. നമ്മള് ബ്രാൻഡ് പെർഫ്യൂംസ് ഒക്കെ നല്ല ഇപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. മേക്കിംഗ് ഉണ്ട്. എല്ലാ ലൈവ് പെർഫ്യൂംസ് എല്ലാ ബ്രാൻഡും മേക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മള് ബ്രാൻഡുകളുണ്ട്. ബ്രാൻഡുകളെല്ലാം മാഷാഅല്ലാഹ് നല്ല റിവ്യൂ ആണ്. ഒത്തിരി സന്തോഷമാണ് അങ്ങനെ. കാരണം നമ്മുടെ എഫേർട്ടിന് പക്ഷേ നമുക്ക് ഫലം തരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്.